ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, ഹാപ്പി ഈസ്റ്റർ. ഈസ്റ്റർ വരാൻ പോലെ ഇനിയിപ്പോൾ അധിക ദിവസമൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ സ്പെഷ്യൽ വിഭവമായിട്ടുള്ള പിടിയും കോഴിയും ഇടാമെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈസ്റ്റർ സ്പെഷ്യലായിട്ട് ഇടുന്നതാണ് പിടിയും കോഴിയിറച്ചിയും. ഓരോരുത്തർ പല രീതികളിൽ അത് ഉണ്ടാക്കാറുണ്ട്. ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ചിലർ പല രീതിയിൽ ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്കിഷ്ടമുള്ളതും ടേസ്റ്റി ആണെന്ന് തോന്നിയതും കുറച്ച് ഈസി ആയിട്ടുള്ളതും, അതായത് ഞാനിതിൽ ഉണ്ടാക്കിയേക്കുന്നത് ചിക്കൻ വേറെ പിടി വേറെ ആയിട്ടാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഈ ചിക്കൻ കറി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും, ഇപ്പോൾ പിടി ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും കൊടുക്കണമെങ്കിൽ വേറെ എന്തിനേയും കൂടെ ഈ ചിക്കൻ കറി നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ ചിക്കനിലിട്ടല്ല ഞാൻ ചെയ്തിരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്യുന്ന രീതികൾ നിങ്ങളൊന്ന് നോക്കൂ. ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കൂടി പറയണം. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ല എങ്കിലും ഈ ചാനലിൽ നിങ്ങൾ എപ്പോഴും ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് ഇന്ന് ഇത്തിരി പിടിയും ചിക്കനും ഉണ്ടാക്കാം. ഞാൻ ആദ്യം ചിക്കന് വേണ്ട ഇൻഗ്രീഡിയൻസാണ് കാണിക്കുന്നത്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്, 2 ഓണിയൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉള്ളി സാധാരണ നമ്മൾ സ്ലൈസ് ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഒരു 3/4 കിലോ ചിക്കൻ ഉണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിലെങ്കിലും ഇഞ്ചിയുണ്ട്. അതുപോലെ ഒരു 7 അല്ലി വെളുത്തുള്ളിയുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ മിക്സിയിലിട്ട് പേസ്റ്റാക്കി എടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് ഞാനത് മിക്സിയിൽ തന്നെ ഇട്ടേക്കാണ്. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ വേറെ കുറച്ച് മസാല മിക്സ് ചെയ്യുന്നുണ്ട്. അതിൽ ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് നല്ല മുളക് പൊടി എടുത്തിട്ടുണ്ട്. എൻ്റെ മുളക് പൊടി കുറച്ച് കളർ കുറവാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതിനോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ എടുക്കുക. ഒരല്പം സ്പൈസി ആയിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സ്പൈസിനെസ് വേണ്ടാതെ നിങ്ങളനുസരിച്ച് എരിവ് ചേർത്തോളൂ. പക്ഷേ പിടിക്ക് കുറച്ചുകൂടെ സ്പൈസി ആയിട്ടുള്ള കറി ആയിരിക്കും നല്ലത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂണ് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഞാൻ കൂടുതൽ ചേർക്കാറില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചേർത്തോളൂ. പക്ഷേ സാധാരണ എനിക്കിഷ്ടമല്ല മല്ലിപ്പൊടി ഒരുപാട് ഇടുന്നത്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകം എടുത്ത് ചതച്ചിട്ടുണ്ട്, അതിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. എൻ്റെ കയ്യിലുള്ള പെരിഞ്ജീരകത്തിൻ്റെ പൊടി തീർന്നുകൊണ്ട് ഞാനിത് ചേർക്കുകയാണ്. ഇനി നമുക്കിത് കുറച്ച് വെള്ളം ഒഴിച്ചൊരു പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ മസാല കരിഞ്ഞു പിടിക്കില്ല. പിന്നെ ആ സമയത്ത് ഇടാൻ നമുക്ക് കുറച്ചുകൂടെ സൗകര്യം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിയായിട്ട് തന്നെ ഇടണമെങ്കിലും ഇടാം. ഇത് കൂടാതെ ഞാനിതിൽ ചേർക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങാപ്പാലും അതുപോലെ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണയാണ്. അത് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് പറയാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണയിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ പോലെ കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ്, നാടൻ ഡിഷല്ലേ, അതിൻ്റെ ഒരു കറക്റ്റ് മണം കിട്ടാൻ വേണ്ടി വെളിച്ചെണ്ണയിലാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. നമ്മുടെ പാനൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 3-4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പം അതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾ സ്പൈസസായ കറുവാപ്പട്ട ഗ്രാമ്പൂ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് ആ ഒരു ടേസ്റ്റിലല്ല ഉണ്ടാക്കുന്നത്. നാളികേരപ്പാൽ ചേർത്ത് ഉണ്ടാക്കുന്ന കാരണം ഞാൻ അതധികം യൂസ് ചെയ്യുന്നില്ല. പലരും പല രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കും പിടിക്ക് വേണ്ടിയിട്ട്. ഞാനിവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു രീതിയും കൂടിയാണിത്. നമ്മുടെ സവാള ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുക. മുഴുവൻ ചേർക്കണ്ട.
ഇനി ഇത് നല്ലോണം കിടന്ന് ഇതിൻ്റെ അകത്ത് കിടന്ന് കുക്കാവണം. നമ്മുടെ സവാള നന്നായി വഴണ്ടി വന്നു കണ്ടോ, നല്ലോണം കളറൊക്കെ മാറി നന്നായിട്ട് ചുരുങ്ങി സൈസൊക്കെ. ഇങ്ങനെ ആയാൽ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് പൊടികളുടെ മിക്സ് ചേർക്കാൻ പാടുള്ളൂ. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പൊടിയുടെ മസാലയുടെ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ മസാല ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അകത്ത് പച്ചമണം നല്ലോണം മാറിയിട്ട് മാത്രമേ ഇതിൽ ചിക്കൻ ചേർക്കാൻ പാടുള്ളൂ. എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തുകൊണ്ട് കുറച്ച് കൂടുതൽ ടൈം എടുക്കും ഇതിൻ്റെ പച്ചമണം മാറാനായിട്ട്. എനിക്കതിൽ എണ്ണ പോരാൻ തോന്നി, ഞാൻ കുറച്ചുകൂടെ എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഈ തക്കാളി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ കുറച്ച് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങയോ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊതുവെ ചിക്കൻ കറിയിൽ തക്കാളി ഇട്ട് ഉണ്ടാക്കാറ്. ഇനി ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കണം. അതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കണ്ട, ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. പലരും പലതരത്തിലുള്ള ചിക്കൻ കറി ഉണ്ടാക്കാറ് പിടിക്ക്. ഞാൻ നാളികേരപ്പാൽ ഒഴിച്ച കറിയാണ് ഉണ്ടാക്കാറ്. ചിലർ വറുത്തരച്ച ചിക്കൻ കറിയും പിടിയും വയ്ക്കാറുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുക്കാവട്ടെ. ഫ്ലെയിം കുറച്ചിടണം, കൂട്ടിയിടരുത്. 5 മിനിറ്റ് നേരത്തേക്ക് പറഞ്ഞാലും ഇടയ്ക്ക് 1-2 പ്രാവശ്യം വേണമെങ്കിൽ ഇളക്കി കൊടുത്തോളൂ, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചിക്കൻ ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഞാൻ 2 പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നു. നിങ്ങളുടെ ചിക്കൻ്റെ വേവ് ഒന്ന് ചെക്ക് ചെയ്യണം. നല്ലോണം വേവുന്ന ചിക്കനാണ്, അല്ലെങ്കിൽ കുക്കറിലിട്ട് വെക്കുന്നതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ പ്രൊസീജിയർ കുക്കറിൽ ചെയ്തിട്ട് കുക്കറിൽ വേവിച്ചാലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ചിക്കൻ പെട്ടെന്ന് വേവുന്നതായതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടായില്ല. നിങ്ങളുടെ ചിക്കൻ്റെ വേവ് അനുസരിച്ച് വേണം ചെയ്യാനായിട്ട്, അത് പ്രത്യേകം പറയുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നാളികേരത്തിൽ 2ാം പാൽ ഒഴിക്കാൻ പോവാണ്. ഞാനിവിടെ 1 നാളികേരം എടുത്തിട്ടുണ്ട്, ഒരു ഫുൾ നാളികേരത്തിൻ്റെ 2 മൂടിയും. അതിൽ നിന്നാണ് ഞാൻ പാല് പിഴിഞ്ഞെടുത്തേക്കണത്. അതിൽ നിന്ന് തിക്കായിട്ടുള്ള ഒരു 3/4 ഗ്ലാസ് 1ാം പാൽ മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള പാലാണ് ബാക്കിയുള്ള നാളികേരം മൊത്തം പിഴിഞ്ഞിട്ട് ഞാൻ 2ാം പാലായിട്ട് എടുത്തിരിക്കുകയാണ്. ഞാൻ ഈ ഗ്ലാസിൻ്റെ അളവാണ് പറഞ്ഞത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് 2ാം പാൽ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടോ ഇത് എന്ത് പറ്റി, ഇതെന്ത് കുളം പോലെ ഉണ്ടല്ലോ എന്ന്. ഒരിക്കലുമില്ല, ഇത് നല്ലപോലെ കിടന്ന് തിളച്ചോട്ടെ. കാരണം ഇത്തിരി ലൂസായിട്ട് വേണം പിടിക്കുക. 2ാമത്തെ കേസ് ഇത് ആറിക്കഴിയുമ്പോൾ നല്ലപോലെ വറ്റിക്കോളും. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടെ തിക്കായിട്ടുള്ള 2ാം പാലായിട്ട് എടുത്തിട്ട് വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഞാനിവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു റെസിപ്പി ആയതുകൊണ്ടും എനിക്ക് അറിയാവുന്നത് കൊണ്ടും ഞാൻ കോൺഫിഡൻസോട് കൂടി ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി അങ്ങനെ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കുക. പിന്നെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഉപ്പിൻ്റെ അളവ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇനി ഇത് നന്നായിട്ട് കിടന്ന് ലോ ഫ്ലെയിമിൽ കിടന്ന്, ലോ അല്ല മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. നമ്മുടെ കറി തിളച്ചിട്ട് എണ്ണയൊക്കെ നന്നായിട്ട് ഇതാ തെളിഞ്ഞ് വരുന്നുണ്ട് കണ്ടോ. ഇതുണ്ടോ, ചുറ്റുഭാഗത്ത് എല്ലാ ഭാഗത്തും നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. കറി ഇതുപോലെ തിളച്ചേക്കണം. ഇത്ര നേരം കറി തിളപ്പിക്കണം. ചിലവർക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കും. അങ്ങനെ ഓരോരുത്തരുടെ വെള്ളത്തിൻ്റെ അളവൊക്കെ അനുസരിച്ച് വ്യത്യാസപ്പെടും. എന്തായാലും ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നവരെ അത് തിളച്ചിരിക്കണം. ഇനി അതിലേക്ക് നാളികേരത്തിൻ്റെ 1ാം പാൽ ചേർത്ത് കൊടുക്കുക.
ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ഇത് നല്ല വെള്ളം പോലെയായി കറി ഇരിക്കുന്നത്. പക്ഷേ ഇത് ആറുമ്പോൾ കുറച്ചൊന്ന് കുറുകും. പിടി ആയതുകൊണ്ട് ഒരുപാട് ടൈറ്റ് കറി ആവാൻ പാടില്ല. അതുകൊണ്ടാണ് കുറച്ച് ലൂസ് കറി ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം, മീൻസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ കറി ഒന്നുകൂടെ ഒന്ന് ചൂടായിക്കോട്ടെ. ഒന്നാം പാൽ ചേർത്തിട്ട് ഒരുപാട് തിളപ്പിക്കണ്ട, കാരണം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കറി ഇത് ഇങ്ങനെ പതഞ്ഞ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാൻ നിങ്ങൾക്കിത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് ടൈറ്റ് ആകുമ്പോൾ എത്രമാത്രം ടൈറ്റ് ആവും എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ബാക്കിയുള്ള കറിവേപ്പിൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് മാറ്റി വയ്ക്കുക. ഞാൻ പിടിയും ചിക്കനും കൂടെ ഒന്നിച്ചല്ല ഉണ്ടാക്കുന്നത്. ചിലർ പിടി ചിക്കനിലേക്കിട്ട് തിളപ്പിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് ചെയ്യാം. ഞാനിവിടെ സെപ്പറേറ്റാണ് ചെയ്യുന്നത്. ഞാൻ വേറെ നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചതച്ചെടുത്തിരിക്കുന്നതാണ്, 2-3 ഉള്ളൂ. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കമ്പൽസറി അല്ല, താല്പര്യമുള്ളവർക്ക് മാത്രം യൂസ് ചെയ്താൽ മതി. വേണ്ടാത്തവർക്ക് ഈ ചെറിയ ഉള്ളിയുടെ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങട്ടെ. ഞാനിവിടെ പിടി ഉണ്ടാക്കാനായിട്ട് അപ്പം, ഇടിയപ്പം, പത്തിരിപ്പൊടി ഡബിൾ ഹോഴ്സിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ വീട്ടിൽ നനച്ച് ഉണക്കിയിട്ട് പൊടിച്ച് വറുത്ത അരിപ്പൊടിയില്ലേ, അതാണ് പിടിക്ക് ഏറ്റവും ബെസ്റ്റ്. അപ്പം നിങ്ങൾ ഒന്നുകിൽ വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ വറുത്ത പൊടിയായിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും അപ്പം പൊടി വാങ്ങിക്കുക. നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാളികേരം കുറയരുത്, ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കാൻ നേരത്തെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തോളൂ, കാരണം നമുക്ക് ലാസ്റ്റ് തികയാതെ വരരുത് ഒരിക്കലും വെള്ളം. അതുകൊണ്ട് ഉപ്പ് മതിയൊന്ന് നോക്കുക. നമ്മുടെ വെള്ളം നന്നായിട്ട് വീണ്ടും തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 1 ഗ്ലാസ് ഡബിൾ ഹോഴ്സിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. 1 ഗ്ലാസ്സിനാണ് 1.5 ഗ്ലാസ് വെള്ളം പറഞ്ഞിരുന്നത്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം പൊടി ചേർക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എനിക്കിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ പാത്രം മേടിക്കുമ്പോൾ കിട്ടിയ ഒരു ഇത് വെച്ചാൽ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു തവിയുടെ ബാക്ക് വെച്ചോ, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് സാധാരണ നൂലപ്പത്തിനൊക്കെ ചെയ്യുന്നത്, അതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിയുടെ എല്ലാ ഭാഗവും നന്നായിട്ട് നനയണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊരു 2-3 മിനിറ്റ് അതൊന്ന് കുക്കായിക്കോട്ടെ. ഈ മാവ് ശരിക്കും വെന്തില്ല എന്നുണ്ടെങ്കിൽ പിടിയുടെ പാകം തെറ്റും. അതുകൊണ്ട് ആ സ്റ്റെപ്പ് ആരും മിസ് ചെയ്യരുത്. ഇതിപ്പോൾ ലോ ഫ്ലെയിമിൽ കിടന്നൊരു 2 മിനിറ്റ് കുക്കായിട്ടുണ്ട്. എല്ലായിടത്തേക്കും വെള്ളവും തട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ അടുപ്പത്തിൽ നിന്നൊന്ന് മാറ്റി അടച്ച് ഒരു 5 മിനിറ്റ് വെച്ച ശേഷം നമുക്ക് എങ്ങനെ പിടി ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിപ്പം നമുക്ക് ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ പത്തിരിക്കും കൊഴുക്കട്ടയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഇടിയപ്പത്തിലൊക്കെ ചെയ്യുന്ന പോലെ. കുറച്ച് ചൂടുണ്ട് കേട്ടോ, നന്നായിട്ട് ആറിയിട്ടില്ല. ഞാനിപ്പോൾ ഒരു 4-5 മിനിറ്റ് നേരം നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കൈ കഴുകിയിട്ട് വരാം. ഞാൻ എൻ്റെ 2 കൈയിലും കുറച്ച് എണ്ണ തൊട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കണം. ഇതിലും ചെറുതാക്കി എടുക്കാം. നിങ്ങൾക്ക് എത്രമാത്രം ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറിയ ബോൾസാക്കി അത്രയും ടേസ്റ്റി ആയിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ അത്ര ചെറുതാക്കാനൊന്നും പറ്റില്ല. ഞാൻ ഈ ഒരു സൈസിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് സൈസാക്കാം.
അപ്പോൾ ഇനി ഇത് മുഴുവനും ബോൾസ് ആക്കിയിട്ട് ഞാൻ ബാക്കി കാണിക്കാം. ഞാൻ ആ മൊത്തം മാവിൽ നിന്ന് ഇതുപോലെ ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് ഇനി നമുക്കിതെങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ നമ്മൾ പിടി ഉണ്ടാക്കാനായിട്ട് മാവ് കുഴച്ച സെയിം പാനിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നിങ്ങളുടെ പിടിക്കകത്ത് ഉപ്പിൻ്റെ അളവ് കുറവാണെങ്കിൽ നിങ്ങൾ അതും കൂടെ ചേർത്ത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യണം. എൻ്റെ പിടിക്കകത്ത് ഉപ്പിൻ്റെ അളവ് കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യണില്ല. പിന്നെ ചിലവരാണെങ്കിൽ ഇത് സ്റ്റീം ചെയ്തെടുക്കും, എന്നിട്ട് ഈ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കും. അങ്ങനെ പലരും ചെയ്യാറുണ്ട്. ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണ കാരണം ഇത് നാളികേരപ്പാലിൽ കുക്ക് ചെയ്യാനാണ് പോണത്. നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങി. ഞാനതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്ക് ഈ ഓരോരോ ബോൾസായിട്ട് ചേർത്ത് കൊടുക്കാം. ഉരുട്ടി വെച്ചേക്കണം ബോൾസ് എല്ലാം അതിലേക്ക് ചേർക്കാം. ഞാൻ അതിലേക്കൊരു 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് നാളികേര പാൽപ്പൊടി കലക്കിയിട്ടുള്ള വെള്ളമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണ്ട തിക്നെസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും പിടിയുടെ ബോൾസ് എല്ലാം മുങ്ങിക്കിടക്കുന്ന നേരത്തിൽ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ചോട്ടെ. ഇതിൻ്റെ മേലേക്ക് ഒരല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ കറക്റ്റ് ഉപ്പാണ്. അപ്പോൾ ഈ വെള്ളത്തിലേക്കുള്ള ഉപ്പ് ഒട്ടും മതിയാവില്ല. ഇത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നേരം കിടന്ന് കുക്കായതാണ് ഈ അവസ്ഥ. ഇത് കുറച്ചുകൂടി കുക്കാവണം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നാളികേരപ്പാൽപ്പൊടി ഞാൻ പറഞ്ഞ സ്ഥലത്ത് ഒരു 1/2 മൂടി നാളികേരം ചരുകിയിട്ട് അതിൽ നിന്ന് ഇത്തിരി പാലെടുത്തിട്ട് ആ പാലും വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സ്റ്റീം ചെയ്തെടുത്തിട്ട് നാളികേരപ്പാലും കുറച്ച് വെള്ളം കൂടെ മാത്രം ചേർത്തിട്ട് അതിലേക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നില്ല, എല്ലാം കൂടെ ഈ ഒരു പണിയിൽ അങ്ങ് തീരുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ വെള്ളം നന്നായിട്ട് വറ്റണം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് നേരം കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ഡ്രൈ ആയിക്കോളും. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് ഒരുപാട് ചേർത്ത് ഇളക്കാൻ പാടില്ല. ഒരല്പം ആറിക്കഴിയുമ്പോൾ ശരിക്കും തിക്കായിക്കോളും. നമ്മുടെ പിടി തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ കൂടെ സെർവ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കറിയുടെ കൺസിസ്റ്റൻസി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്താണ്. ഇത് കണ്ടോ, അപ്പോൾ ഈ ഒരു തിക്നെസ് ഉണ്ട് അതിന്. അതായത് ഒരുപാട് വെള്ളം പോലെ അല്ല ഇപ്പോൾ ഇരിക്കണത്. ഈ ഒരു തിക്നെസ് വേണം, എന്നാലേ ഇത്രയെങ്കിലും ലൂസ് വേണം, എന്നാലേ പിടിയുടെ കൂടെ കുറച്ചുകൂടെ നന്നായിരിക്കുള്ളൂ. നിങ്ങൾക്ക് ഈ സെയിം ചിക്കൻ കറി വേണമെങ്കിൽ നാളികേരപ്പാൽ ഒഴിച്ച് ചിക്കൻ കറിയായിട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടും വേറെ എന്തിൻ്റെങ്കിലും കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാനിത് സെർവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കുറച്ച് പിടി ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ആ പ്ലേറ്റിൽ തന്നെ ചിക്കൻ്റെ കറിയും കൂടെ ഒഴിച്ച് ഇങ്ങനെ ചൂടോടെ സെർവ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. താങ്ക്